ഹലോ, ഇന്ന് എപ്പോഴത്തെയും പോലെയല്ല, ഒരു വെറൈറ്റി ആയിട്ടുള്ള കറിവേപ്പില ചിക്കൻ റോസ്റ്റ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് സ്പൈസസ് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് നമുക്കൊരു 10 വത്തൽമുളക് എടുത്തിട്ട് ഒരു പാനിലേക്ക് വെച്ചൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അത് കുറച്ചൊന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു മീഡിയം സൈസുള്ള കറുവാപ്പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്ക, പിന്നെ 2 ബേ ലീവ്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള നമ്മുടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 10 തണ്ട് കറിവേപ്പില എടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. കറിവേപ്പില കയ്യെ വെച്ച് നിൽക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോകണം. അത്രയും നല്ലപോലെ റോസ്റ്റ് ചെയ്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിക്കുകയൊന്നും വേണ്ട, ഒറ്റ പ്രാവശ്യം ഒന്ന് കറക്കി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ കാണുന്നില്ലേ, ഇതുപോലെ മതിയേ. ഇനി നമുക്ക് ഒരു കുക്കർ എടുത്ത് അടുപ്പിലേക്ക് വെച്ചിട്ട് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഓയിലൊന്ന് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമ്മൾക്കതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ അതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 സവാള, മീഡിയം സൈസ് സവാളയാണ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വഴണ്ട് വരുമ്പോൾ നമുക്കതിലിട്ട് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവേ. തക്കാളിയും സവാളയും നല്ലപോലെ ഒന്ന് വെന്ത് വരുമ്പോൾ ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കനാണ് ഇത്. ചിക്കൻ ഇട്ടിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ മിക്സിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ചിക്കനും സവാളയും ഈ ഒരു തക്കാളിയും ഈ മസാലയൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നീട് അടച്ചു വെച്ചിട്ട് നമുക്കിത് 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു. 15 മിനിറ്റ് ആയപ്പോഴത്തേക്കും ചിക്കനകത്തു നിന്ന് തന്നെ ഇത്രയും വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ആ വെള്ളം എല്ലാം വറ്റിച്ചിട്ട് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന മസാലയും പിന്നെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂ നട്ടും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല റോസ്റ്റ് പരുവത്തിനാക്കി എടുക്കാം. ഇത് നിങ്ങൾക്ക് ചപ്പാത്തിക്കോ ചോറിനോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ രാത്രിയിലത്തേക്ക് കഴിക്കാനായിരുന്നു ഇതുണ്ടാക്കിയത്. അപ്പോൾ ദോശയുടെ കൂടെയാണ് ഞങ്ങൾ കഴിച്ചു നോക്കിയത്. ദോശയുടെ കൂടെയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിച്ചു നോക്കി എല്ലാവരും അഭിപ്രായം അറിയിക്കണം.